തമിഴ് ചലച്ചിത്ര താരം ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം എന്നതാണ് വിവരം. മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലും തിളങ്ങിയ താരം ആണ് വിടവാങ്ങിയത്. വിശദാംശങ്ങളുമായി ഭവ്യ പാർവതി ചേരുന്നുണ്ട്. ഭവ്യ, ഒരുപക്ഷെ ഈ പേര് അത്ര മലയാളികൾക്ക് പരിചിതമാകണമെന്നില്ല, പക്ഷേ ഈ കഥാപാത്രത്തെയും ഈ മുഖവും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണല്ലോ. തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ നഷ്ടമാണിത്? തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ് സിനിമ സീരിയൽ ലോകത്തെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയാണ് ഡാനിയൽ ബാലാജിയുടെ അന്ത്യമെന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹത്തെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തുവരുന്നത്. തമിഴ് സിനിമ സീരിയൽ രംഗത്തിൽ കൂടിയായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ചും സീരിയലിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് മലയാളം, തമിഴ്, കന്നഡ തുടങ്ങി വിവിധ ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ അഭിനയ ജീവിതത്തിന്റെ തുടക്കം എന്നത് ചിത്തിര എന്ന തമിഴ് സീരിയലിൽ കൂടിയായിരുന്നു. ഈ സീരിയലിൽ നിന്നാണ് ഈ സീരിയൽ അദ്ദേഹത്തിന്റെ കഥാപാത്രമായിരുന്നു ഡാനിയൽ എന്ന പേര്. ആ പേര് തന്നെയാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലും സ്വീകരിച്ചത്. അങ്ങനെയാണ് ഡാനിയൽ ബാലാജി എന്ന പേരിലേക്ക് അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് തമിഴ് സിനിമാ ലോകം കണ്ടത് അദ്ദേഹം എന്ന നടന്റെ വളർച്ചയായിരുന്നു. ഏറെ പ്രധാനമായും നമ്മളൊക്കെ അദ്ദേഹത്തെ തമിഴ് സിനിമകളിൽ പ്രധാനമായും കണ്ടത് പോലീസ് വേഷങ്ങളിലായിരുന്നു. പക്ഷേ മലയാളത്തിലേക്ക് എത്തിയപ്പോൾ പ്രധാനമായും വില്ലൻ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങിയ ഒരു നടനായിരുന്നു ബാലാജി. ഏറെ ശ്രദ്ധേയമായി അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി അദ്ദേഹം മമ്മൂട്ടിക്കൊപ്പം ബ്ലാക്ക് എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത്. പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ നിരവധി പ്രധാന നായകന്മാർക്കൊപ്പം വില്ലൻ വേഷങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഡാഡി കൂൾ എന്ന സിനിമയിലാണ് മലയാളത്തിൽ അദ്ദേഹം അവസാനമായി അഭിനയിച്ചതൊപ്പം മോഹൻലാലിനൊപ്പം ഭഗവാൻ എന്ന സിനിമയിലും വില്ലൻ വേഷങ്ങളിൽ ബാലാജി തിളങ്ങിയിരുന്നു. എന്തായാലും തമിഴ് സിനിമാ ലോകത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. ഏപ്രിൽ മാസത്തിലെന്ന തമിഴ് റൊമാൻറ്റിക് ഡ്രാമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സിനിമാ ലോകത്തിലേക്ക് എത്തിയത്. പിന്നീട് അങ്ങോട്ട് കമൽഹാസന്റെ തന്നെ വേട്ടയാട്, വിളയാട്, സൂര്യയുടെ കാക്ക കാക്ക, ധനുഷിന്റെ വട, ചെന്നൈ തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ശനിയാഴ്ച വൈകുന്നേരമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ് മലയാള സിനിമയ്ക്കൊക്കെ ഒരു പ്രധാന വില്ലനെയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നഷ്ടമായത് എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. മലയാളികൾക്കും പരിചിതനായ താരം ആണ് വിട പറഞ്ഞത്.